ഓക്കെ, അപ്പോൾ ഇന്ന് സൺഡേ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ബൂസ്റ്റർ സെഷനാണ്. അതായത് ഈ ഒരു വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതായത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കാനായിട്ട് പോകുന്നത്. സോ അതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ മൺഡേയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടത് റിവൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോക്കുന്നത്. സോ മൺഡേ, അപ്പം മൺഡേ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സൺഡേയും മൺഡേയും കമ്പൈൻ ചെയ്തിട്ടുള്ള PDF ആയിരിക്കും എന്ത് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത്. 1st and 2nd ഫെബ്രുവരി കമ്പൈൻ ചെയ്തിട്ടുള്ള PDF ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. സോ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, 2nd ഫെബ്രുവരി എന്ന് പറയുന്ന ഡേയുടെ ഇമ്പോർട്ടൻസ് അത് ഒത്തിരി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. 2nd ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ്. ഓക്കെ, അതായത് തണ്ണീർത്തട ദിനം, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേ ആണ് 2nd ഫെബ്രുവരി എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പം ഈ ഒരു 2nd ഫെബ്രുവരിയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള തീം ഓഫ് ദ ഡേ, അതായത് ആ ദിവസത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള തീം എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോ ഈ വർഷത്തെ തീം എന്താണെന്ന് ചോദിച്ചാൽ വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. ഓക്കെ, അപ്പം 2026 വേൾഡ് വെറ്റ്ലാൻഡ്സ് ഡേയുടെ അതായത് 2nd ഫെബ്രുവരിയുടെ തീം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നുള്ളതായിരുന്നു ഈ വെറ്റ്ലാൻഡ് അതായത് 2026 വെറ്റ്ലാൻഡ് ഡേയുടെ തീം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ആ 2nd ഫെബ്രുവരിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് നമുക്കറിയാം 1st ഫെബ്രുവരി സൺഡേ ആയിരുന്നിട്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് ഫസ്റ്റ് ടൈമാണ് എന്താണ് യൂണിയൻ ബഡ്ജറ്റ് ഈസ് പ്രസന്റഡ് ഓൺ എ സൺഡേ. സൺഡേയിൽ പ്രസന്റ് ചെയ്യുന്ന ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് ആണ് നമ്മുടെ 2026-27 എന്ന് പറയുന്നതാണ് സൺഡേയിൽ പ്രസന്റ് ചെയ്യുന്ന ഫസ്റ്റ് യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് വുമൺ സിംഗിൾ ടൈറ്റിൽസ് 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ, അതായത് ഓസ്ട്രേലിയൻ ഓപ്പൺ 2026 വുമൺ സിംഗിൾ ടൈറ്റിൽ കരസ്ഥമാക്കിയത് എലീന റെയ്ബാക്കിന എന്ന് പറയുന്ന ടെന്നീസ് പ്ലെയറിനാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന 2026 ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൺ സിംഗിൾ ടൈറ്റിൽ കരസ്ഥമാക്കിയിട്ടുള്ളത് എലീന റെയ്ബാക്കിന എന്ന് പറയുന്ന പ്ലെയർ ആണ് എന്ത് ചെയ്തത് 2026 ഓസ്ട്രേലിയൻ ഓപ്പണിലെ വുമൺ സിംഗിൾസ് ടൈറ്റിൽ കിട്ടിയിരിക്കുന്നത്. സോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, അപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി 2nd ഫെബ്രുവരി എന്തായിരുന്നു വെറ്റ്ലാൻഡ് ഡേ ആയിരുന്നു. സോ ആ വെറ്റ്ലാൻഡ് ഡേയോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലെ തന്നെ റംസാർ സൈറ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് 2 പുതിയ പ്ലേസസിനെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം 2 wetlands were added to India's list of Ramsar sites എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ റംസാർ സൈറ്റിലേക്ക് പുതിയ 2 വെറ്റ്ലാൻഡ്സും കൂടെ എന്ത് ചെയ്തിട്ടുണ്ട് ആഡപ്പ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കച്ച് ഗുജറാത്ത് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇതാ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ കച്ചിൽ നിന്നുള്ള എന്താണ് ഗുജറാത്ത് കച്ച് പ്രദേശത്തെ ഒരു സൈറ്റും അതേപോലെ തന്നെ UP ഉത്തർപ്രദേശിലെ ഈറ്റ എന്ന് പറയുന്ന ഒരു പ്ലേസിലെ അല്ലെങ്കിൽ ആ പ്ലേസിലെ ഒരു വെറ്റ്ലാൻഡുമാണ് എന്ത് ചെയ്തത് ആഡ് ചെയ്തത്. ഇനി സ്പെസിഫിക് ആയിട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഈറ്റ റീജിയണിൽ നിന്ന് ആഡ് ചെയ്യപ്പെട്ടത് പാട്ന ബേർഡ് സാങ്ച്വറിയും അതേപോലെ തന്നെ കച്ച് റീജിയണിൽ നിന്ന് ആഡ് ചെയ്യപ്പെട്ടത് ചാരി ധാൻ എന്ന് പറയുന്ന പ്ലേസുമാണ് റംസാർ സൈറ്റിലേക്ക് എന്ത് ചെയ്യപ്പെട്ടത് ആഡ് ചെയ്യപ്പെട്ടത്. സോ 2nd ഫെബ്രുവരി 2026 ഈ വെറ്റ്ലാൻഡ് ഡേ, ഈ വർഷത്തെ വെറ്റ്ലാൻഡ് ഡേയോടനുബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് പുതിയ 2 പ്ലേസസ് കൂടെ എന്ത് ചെയ്തു റംസാർ സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഒന്ന് ഈറ്റ, അത് UP ആണ് ഉത്തർപ്രദേശ്, അവിടുത്തെ തന്നെ പാട്ന ബേർഡ് സാങ്ച്വറിയും അതേപോലെ തന്നെ ഗുജറാത്തിലെ കച്ച് റീജിയനിലുള്ള ചാരി ധൺ എന്ന് പറയുന്ന റീജിയനുമാണ് എന്ത് ചെയ്തിരിക്കുന്നത് പുതിയതായിട്ട് റംസാർ സൈറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള 2 പ്ലേസസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് പുതിയതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ദ അൺപ്രസിഡന്റഡ് സക്സസ് സ്റ്റോറി ഓഫ് ദ ഫസ്റ്റ് ഇൻഡിജീനിയസ് സൂപ്പർസോണിക് മൾട്ടി ടാർഗറ്റ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ആകാശ്. അതായത് ദ അൺപ്രസിഡന്റഡ് സക്സസ് സ്റ്റോറി ഓഫ് ഫസ്റ്റ് ഇൻഡിജീനിയസ് സൂപ്പർസോണിക് മൾട്ടി ടാർഗറ്റ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ആകാശ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഈ ഇടയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോഞ്ച് ചെയ്തത്
രാജ്നാഥ് സിംഗ് ആണ് ബുക്ക് ലോഞ്ച് ചെയ്തത്. പക്ഷേ ക്വസ്റ്റ്യൻ ഹൂ ഈസ് ദ ഓതർ ഓഫ് ദിസ് ബുക്ക് എന്നുള്ളത്, അതിനാണ് എന്താ ഇമ്പോർട്ടൻസ്. അതായത് ഈ ദ അൺപ്രസിഡന്റഡ് സക്സസ് സ്റ്റോറി ഓഫ് ദ ഫസ്റ്റ് ഇൻഡിജീനിയസ് സൂപ്പർസോണിക് മൾട്ടി ടാർഗറ്റ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ആകാശ് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ എന്ന് പറയുന്നത് ജി ചന്ദ്രമൗലിയാണ്. എന്താ ഈ ബുക്കിന്റെ ഓതർ എന്ന് പറയുന്നത്. ഈ ബുക്ക് ലോഞ്ച് ചെയ്തത് രാജ്നാഥ് സിംഗ്, നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ബുക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അതത്രയുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് മൺഡേ അല്ലെങ്കിൽ സൺഡേ മൺഡേ കമ്പൈൻ ചെയ്തിട്ടുള്ളതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനായിട്ടുണ്ടായിരുന്ന കറണ്ട് അഫയേഴ്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല്. സോ ഇനി ട്യൂസ്ഡേയിലേത് എന്ത് ചെയ്യും, ട്യൂസ്ഡേയിലെ ഫാക്കൽറ്റി എടുക്കും. ഓക്കെ, അപ്പൊ അടുത്ത ട്യൂസ്ഡേയിലെ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ട്യൂസ്ഡേയിൽ പറയാൻ പോകുന്ന ആദ്യത്തെ ന്യൂസ്, അഗ്നി പരീക്ഷ ജോയിന്റ് എക്സർസൈസ് ഇൻ അരുണാചൽ പ്രദേശ്. ഇന്ത്യൻ ആർമിയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് നടക്കുന്ന ഒരു ജോയിന്റ് എക്സർസൈസ് ആണ് അഗ്നി പരീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് അരുണാചൽ പ്രദേശിലാണ് അവർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു പരിപാടിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇന്ത്യൻ ആർമിയും ITB പോലീസും തമ്മിലുള്ളൊരു ജോയിന്റ് ട്രെയിനിങ് എക്സസൈസ് ആണിത്. പിന്നെ ഇത് ആദ്യമായിട്ടാണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ജോയിന്റ് എക്സസൈസ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് ചെയ്യുന്നത്, ഇത് എന്തിനാണ് ഈ ഒരു ഇങ്ങനൊരു പരിപാടി കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർ തമ്മിലുള്ള ഇന്റർ ഫോഴ്സ് കോമ്പാറ്റ് സിനർജി ആൻഡ് ഓപ്പറേഷണൽ ഇൻ്റഗ്രേഷൻ അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ജോയിന്റ് എക്സസൈസ് ഇവർ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബോർഡേഴ്സിലും ഇപ്പോൾ വാറിൻ്റെ സമയത്ത്, യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യൻ ആർമിക്കും ബോർഡേഴ്സിലുള്ള പോലീസുകൾക്കും അവരുടെ ഇന്റർ ഓപ്പറേറ്റബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ജോയിന്റ് എക്സസൈസ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്തത്, IMMA ടു ഹോസ്റ്റ് 6th നാഷണൽ ക്രോപ്പ് ന്യൂട്രീഷൻ സമ്മിറ്റ് 2026. 6ാമത് നാഷണൽ ക്രോപ്പ് ന്യൂട്രീഷൻ സമ്മിറ്റ് ആണ് നടക്കുന്നത്. ഫെബ്രുവരി 5 to 6 ഫെബ്രുവരി 5-നും 6-നും ആണ് ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്തിരുന്നത്. പിന്നെ പറയുന്നത്, ഇത് എവിടെയാണ് നടന്നതെന്നുള്ളതാണ്. മുംബൈയിലെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബാന്ദ്ര കുർല കോംപ്ലക്സിലാണ് ഈ വർഷത്തെ ന്യൂട്രീഷൻ സമ്മിറ്റ് കണ്ടക്ട് ചെയ്തിരുന്നത്. ഈ വർഷത്തെ അതിൻ്റെ പ്രമേയം, ഈ ഒരു സമ്മിറ്റിൻ്റെ തീം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺവേർജ്, കൊളാബറേറ്റ് ആൻഡ് കോ ക്രിയേറ്റ് എന്നതാണ് ഈ വർഷത്തെ 2026-ലെ നാഷണൽ ക്രോപ്പ് ന്യൂട്രീഷൻ സമ്മിറ്റിൻ്റെ തീം എന്ന് പറയുന്നത്. ഇത് 6ാമത്തെ ഈ ഒരു സമ്മിറ്റിൻ്റെ 6th എഡിഷൻ ആണ് ഈ വർഷം നടന്നിട്ടുള്ളത്. അടുത്തത് പറയുന്നത് ബിഗ് കാറ്റ് സമ്മിറ്റിനെ കുറിച്ചിട്ടാണ്. ബിഗ് കാറ്റ് സമ്മിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, IBCA ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു കൺസർവേഷണൽ പരിപാടിയാണ്. ഇന്ത്യയിലെ 7 ബിഗ് കാറ്റ് സ്പീഷീസുകളെ, ഇപ്പോൾ ടൈഗർ, ലയൺ, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ലെപ്പേർഡ്സ്, പ്യൂമ, ജാഗസ്, ഈ 7 സ്പീഷീസ് ബിഗ് കാറ്റ്സിൻ്റെ കൺസർവേഷന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഗ്ലോബൽ ബിഗ് കാറ്റ് സമ്മിറ്റാണ് ഈ വർഷം നടന്നിട്ടുള്ളത്. ഇന്ത്യയാണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുക. പിന്നെ 2025-ലാണ് ഇത് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു IBCA ആ ഒരു സംഘടനയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഇതൊരു മൾട്ടി കൺട്രി മൾട്ടി ഏജൻസിയാണ്. പിന്നെ ഈ ഒരു ബിഗ് കാറ്റ് കൺസർവേഷനിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 95 ബിഗ് കാറ്റ്സ് കൺട്രീസ്, നോൺ റേഞ്ച് കൺട്രീസ്, കൺസർവേഷൻ പാർട്ട്നേഴ്സ്, സയൻറ്റിഫിക് ഓർഗനൈസേഷൻസ്, ബിസിനസ് ഗ്രൂപ്പ്സ് ആൻഡ് കോർപ്പറേറ്റ്സ്, ഇവരൊക്കെ കൂടിച്ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ഒരു IBCA ഇന്റർനാഷണൽ ബിഗ് കാറ്റ്സ് അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സെക്രട്ടേറിയറ്റ്, ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. അടുത്തത് സാപ്പോടെക് സിവിലൈസേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. മെക്സിക്കോയിൽ ആർക്കിയോളജിസ്റ്റ് 1400 വർഷം പഴക്കമുള്ള ഒരു സ്കൾപ്ചറും
കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു ന്യൂസിൽ പറയുന്നത്. ഈ കിട്ടിയിരിക്കുന്ന സ്കൾപ്ചർ സാപ്പോടെക് കൾച്ചറായിട്ട് മാച്ച് ആവുന്നതാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു സിവിലൈസേഷനിൽ ഉണ്ടായിരുന്ന മ്യൂറൽസ്, കലൻഡ്രിക്കൽ കാർവിങ്സ്, പിന്നെ സ്കൾപ്ചർ, ഇതാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഈ ഒരു സാപ്പോടെക് സിവിലൈസേഷനെ പറ്റി പറയാനാണെങ്കിൽ മെക്സിക്കോയിലെ ഒവാസാക്കി വാലിയിൽ നിന്ന് എന്താ പറയുക, ഗ്രോ ചെയ്തിട്ടുള്ളൊരു സിവിലൈസേഷനാണ് എന്ത് സാപ്പോടെക് സിവിലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അവിടുത്തെ ഭൂപ്രദേശങ്ങൾ അവിടെ ഉയർന്ന ഭൂപ്രദേശങ്ങളാണ്. അപ്പോൾ അവർ അവിടുത്തെ കൃഷിക്കും ഒക്കെ ആയിട്ട് യൂസ് ചെയ്തിരുന്നത് അറ്റോയാക് റിവറിനെയും അതിൻ്റെ ട്രിബ്യൂട്ടറീസിനെയും ആണ്. പിന്നെ പറയുന്നത് ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങളാണ്. ഇവർ ഹണ്ടിങ് ചെയ്തിട്ടാണ്, ഇപ്പോൾ വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഈ സാപ്പോടെക്. അവരുടെ ഒരു കൾച്ചർ, പിന്നെ അവർ അഗ്രികൾച്ചർ, കൃഷിയിലേക്ക് മാറി. പിന്നെ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, കല്ലുകൊണ്ടുള്ള നിർമ്മാണം, അതിലൊക്കെ സ്കിൽസ് ഡെവലപ്പ് ചെയ്തു എന്നാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മറ്റ് പ്രദേശങ്ങളെ കീഴടക്കി ജീവിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ CE 900 ആ ഒരു ടൈമിൽ ഈ ഒരു സിവിലൈസേഷനിൽ തകർച്ച ആരംഭിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു തകർച്ചയോടനുബന്ധിച്ചിട്ട് അവരുടെ ക്യാപിറ്റൽ, തലസ്ഥാനം മിഥിലയിലേക്കും പിന്നെ സാച്ചിലയിലേക്കും മാറ്റപ്പെട്ടു എന്നാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പ്രസിഡന്റ് ദ്രൗപദി മുർമു അറ്റൻഡ്സ് ഓപ്പണിംഗ് ഓഫ് ദ അമൃത് ഉദ്യാൻ വിന്റർ ആനുവൽസ് എഡിഷൻ 2026. 2026 ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന അമൃത് ഉദ്യാൻ വിന്റർ ആനുവൽ എഡിഷൻ, ആ ഒരു പരിപാടിയിൽ അതിൻ്റെ ഓപ്പണിംഗ് ഡേയിൽ ദ്രൗപദി മുർമു അറ്റൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ട്യൂസ്ഡേയിലെ കറണ്ട് അഫയേഴ്സ്. അടുത്തതായി ബുധനാഴ്ചത്താണ്. ഫെബ്രുവരി 4 കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഫെബ്രുവരി 4 ഡേറ്റ്സിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ, ഫെബ്രുവരി 4 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ ഫ്രറ്റേണിറ്റി ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. 2026 തീം എന്ന് പറയുന്നത് ഡയലോഗ് ഓവർ ഡിവിഷൻ എന്നാണ്. ഇത് യുണൈറ്റഡ് നാഷൻ ജനറൽ അസംബ്ലീൻ്റെ കീഴിലാണ് ഈ ഒരു ഡേ ആചരിക്കാൻ തുടങ്ങിയത്. അടുത്തതായിട്ട് ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. യൂണിയൻ ഫോർ ഇൻ്റർനാഷണൽ ക്യാൻസർ കൺട്രോൾ ആണ് ഈ ഒരു ഡേ ആചരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. ഈ ഒരു ഓർഗനൈസേഷൻ 2000 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഫെബ്രുവരി 4 എന്ന് പറയുന്നത് നാഷണൽ ഡേ ഓഫ് ശ്രീലങ്ക അഥവാ ശ്രീലങ്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. 1948 ഫെബ്രുവരി 4 ബ്രിട്ടീഷ് റൂളിൽ നിന്നും ശ്രീലങ്കക്ക് ഇൻഡിപെൻഡൻസ് ലഭിക്കുന്നത്. അപ്പോൾ ശ്രീലങ്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീലങ്കക്ക് രണ്ട് ക്യാപിറ്റലാണുള്ളത്. ഒന്ന് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റലും പിന്നെ ഒരു എക്സിക്യൂട്ടീവ് ക്യാപിറ്റലും ആണുള്ളത്. ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ശ്രീ ജയവർദ്ധനപുര കോട്ടെ, അതാണ് ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ. കൊളുംബോ ആണ് എക്സിക്യൂട്ടീവ് ക്യാപിറ്റൽ. ശ്രീലങ്കയുടെ കറൻസി എന്ന് പറയുന്നത് ശ്രീലങ്കൻ റുപ്പീസ് ആണ്. ശ്രീലങ്ക എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യനിൽ ലേ ചെയ്യുന്ന ഒരു ഐലൻഡാണ് ശ്രീലങ്ക. അത് ഇന്ത്യൻ പെനിസുലയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു പാക് സ്റ്റേറ്റ് അഥവാ പാക് കടലുടക്ക് വഴിയാണ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെയാണ് ശ്രീലങ്കയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തതായിട്ട് 2028 നടക്കുന്ന ഏഞ്ചൽസിൽ നടക്കുന്ന 2028 ഒളിമ്പിക്സിലെ ക്വാളിഫയിങ് ഇവന്റ് ഫോർ ഷൂട്ടിങ്ങിനായിട്ടുള്ള ക്വാളിഫയിങ് ഇവന്റ് ആയിട്ടുള്ള ഏഷ്യൻ റൈഫിൾ ഓർ പിസ്റ്റൾ ചാമ്പ്യൻഷിപ്പ് 2027 ഇന്ത്യയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. അത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അടുത്തതായിട്ട്
ഫെബ്രുവരി 6 to 8 തെലങ്കാനയുടെ തെലങ്കാന സീഡ് ഫെസ്റ്റിവലായിട്ട് നടത്തുന്നുണ്ട്. തെലങ്കാന സീഡ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഒരു 3 day ആനുവൽ ഫെസ്റ്റിവലാണ്. ഇത് തെലങ്കാന കണ്ടക്ട് ചെയ്യുന്നത് രണ്ടാമത്തെ ആണ് ഈ ഒരു ഫെസ്റ്റിവൽ തെലങ്കാന കണ്ടക്ട് ചെയ്യുന്നത്. ഇത് അഗ്രികൾച്ചർ സോവർണിറ്റി സ്ട്രെങ്തൻ ചെയ്യാനും പിന്നെ ഫാമേഴ്സിൻ്റെ അവരുടെ ഓൺ ചെയ്തിട്ടുള്ള ട്രഡീഷണൽ സീഡ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത്. ഇത് ഓർഗനൈസ് ചെയ്യുന്നത് കൗൺസിൽ ഫോർ ഗ്രീൻ റെവല്യൂഷൻ ആണ്. കൂടാതെ തന്നെ ഭാരത് ബീച്ച് സ്വരാജ് മഞ്ച് എന്നതിൻ്റെ സപ്പോർട്ട് കൂടെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടത്തുന്നത്. അടുത്തതായിട്ടുള്ളത് ഇന്ത്യ US താരിഫ് ഡീൽ 2026 കുറിച്ചിട്ടാണ്. അപ്പോൾ ഈയിടെ ഇന്ത്യ US-ഉമായിട്ടൊരു ട്രേഡ് ഡീൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുവഴി ഇന്ത്യയെ ഉയർത്തിയിരുന്ന താരിഫ് 50% ആയിട്ട് ഇന്ത്യക്ക് താരിഫ് ഉയർത്തിയിരുന്നു. അത് ഈ ട്രേഡ് ഡീൽ കൊണ്ട് 18%, 18% ആക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് became the India's first airport to operate hydrogen powered buses ഓപ്പറേറ്റ് ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ എയർപോർട്ടായിട്ട് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കേരള ഹൈഡ്രജൻ വാലി ഇന്നോവേഷൻ ക്ലസ്റ്റർ ഫൗണ്ടേഷനും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ഒരു മെമ്മറാണ്ടം സൈൻ ചെയ്തിട്ടുണ്ട്, ഒരു അഗ്രിമെന്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് 2026 ക്രാഫോർഡ് പ്രൈസ് ഇൻ ജിയോ സയൻസിൻ്റെ പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഇന്ത്യൻ ഒറിജിൻ ക്ലൈമറ്റ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള വീരഭദ്രൻ രാമനാഥനാണ്. ഈ ഒരു അവാർഡ് റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസ് ആണ് നൽകുന്നത്. ഈ ഒരു ക്രാഫോർഡ് പ്രൈസ് ഇൻ ജിയോ സയൻസ് എന്ന് പറയുന്നത് ജിയോ സയൻസ് മേഖലയിലുള്ള നോബൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ കീഴിലുള്ള നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് 2026 ജൂലൈ തൊട്ടിട്ട് 2027 ജൂൺ വരെ ഒരു മൈഗ്രേഷനെ കുറിച്ചുള്ള ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യയുടെ മൈഗ്രേഷൻ പാറ്റേൺസിനെ കുറിച്ച് കൂടുതലായി അറിയാനും പുതിയൊരു അപ്ഡേറ്റഡ് ഡാറ്റക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സർവേ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒന്ന് നാച്ചർ ഓഫ് മൈഗ്രേഷൻ ആണ്, ഇൻക്ലൂഡിങ് റൂറൽ ആൻഡ് അർബൻ ഏരിയാസിലുള്ളത്. പിന്നെ ഇന്റർ സ്റ്റേറ്റ് മൂവ്മെൻറ്റ്, റീസൺ ഫോർ മൈഗ്രേഷൻ, റിട്ടേൺ ആൻഡ് സീസണൽ മൈഗ്രേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊഫൈൽസ് ഓഫ് മൈഗ്രൻസ്, ഇതൊക്കെയാണ് ഈ ഒരു സർവേയിലൂടെ കളക്ട് ചെയ്യുന്നത്. ഇത് പോളിസി മേക്കിങ്ങിനും പ്ലാൻ റിസർച്ചിനും ഡെവലപ്മെൻറ്റ് പ്രാക്ടീസിനൊക്കെ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു സർവേ വഴി വിചാരിക്കുന്നത്. ഇതിൻ്റെ ഇതുപോലുള്ളൊരു മൈഗ്രേഷൻ പാറ്റേണിനെ കുറിച്ചിട്ടുള്ള മുമ്പ് നടത്തിയിട്ടുള്ള സർവേ ഒന്ന് 2020-21 നടത്തിയിട്ടുള്ള പീരിയോഡിക് ലാബർ ഫോർ സർവേ ആണ്. പിന്നെ 2020-21 തന്നെ നടത്തിയിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻഡിക്കേറ്റർ സർവേ ആണ് ലാസ്റ്റ് നടത്തിയിട്ടുള്ളത്. അടുത്തതായിട്ട് കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് ഗവൺമെൻറ്റും കർണാടക ഗവൺമെൻറ്റും തമ്മിലുള്ള പ്രശ്നമായിട്ടുള്ള പെന്നിയാർ റിവറിനെ കുറിച്ചുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് ഒരു ട്രൈബ്യൂണൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു റിവർ എന്ന് പറയുന്നത് സദേൺ ഇന്ത്യയിൽ തന്നെ മേജർ റിവർ ഇൻ സദേൺ ഇന്ത്യ ആണ്. ഇത് തമിഴ്നാട്ടിലും കർണാടകയിലൂടെയാണ് ഒഴുകുന്നത്. ഇത് കർണാടകയിലെ നന്ദി ഹിൽസിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ബേ ഓഫ് ബംഗാളിലാണ് ഇത് എൻ്റർ ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് റിവറാണ് ഈ ഒരു റിവർ. അടുത്തതായിട്ട് കേരള ചീഫ് മിനിസ്റ്റർ നിയോഫൈറ്റ് ID ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആപ്പ് ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ്. ഒരു ഇൻവാസീവ് പ്ലാന്റ് സ്പീഷീസ് അക്രോസ് കേരളത്തിലുള്ള ഇൻവാസീവ്
പ്ലാൻ സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കാനും അതിനെ കൂടുതൽ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു AI പവേർഡ് മൊബൈൽ ആപ്ലിക്കേഷനാണ് നിയോഫൈറ്റ് ID ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇത് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസും കൂടെ ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്പാണ്. അപ്പോൾ 4th ഫെബ്രുവരിയിൽ ഇത്രയൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. അപ്പൊ അടുത്തത് ഫെബ്രുവരി 5th തേഴ്സ്ഡേയിലെ കറണ്ട് അഫയേഴ്സ് ആണ് പറയാൻ പോകുന്നത്. ഇന്ത്യൻ ആർമി ഫ്ലാഗ്സ് ഓഫ് ഭാരത് രൺഭൂമി ദർശൻ എക്സ്പെഡിഷൻ ഫ്രം ദ്വാരക. ഗുജറാത്തിലെ കോസ്റ്റൽ സിറ്റി ആയിട്ടുള്ള ദ്വാരകയില് ഭാരത് രൺഭൂമി ദർശൻ എക്സ്പെഡിഷൻ ഇന്ത്യൻ ആർമി ഫ്ലാഗ് ഓഫ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പരിപാടി കൊളാബ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നേവി ഗണ്ണേഴ്സും BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും കൂടിയിട്ടാണ് ഈ ഒരു എക്സ്പെഡിഷൻ, ഈ ഒരു പരിപാടി കൊളാബ് ചെയ്തിട്ടാണ് നടത്തുന്നത്. പിന്നെ പറയുന്നത്, ഈ ഒരു പരിപാടിയോടനുബന്ധിച്ചിട്ട് ഇന്ത്യയുടെ വെസ്റ്റേൺ ഫ്രണ്ടിയറിലും ഗുജറാത്തിന്റെയും രാജസ്ഥാന്റെയും മെയിൻ ബോർഡർ റീജിയൻസിലും ഇവര് ട്രാവൽ ചെയ്യും. 3400 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അത് കൂടുതലും ട്രാവൽ എന്നാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് 2026 ഓപ്പൺസ് ഇൻ ദുബായ്. 2026 വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ് ദുബായില് തുടങ്ങാൻ പോവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വർഷം തീം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ്സ് എന്നാണ് ഈ വർഷത്തെ 2026 വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിന്റെ തീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് കിച്ചൻ സെറ്റ് ടു ബിക്കം മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ. മണിപ്പൂരിലെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് എംനം ഖെംചന്ദിനെയാണ് നിയമിതനാക്കാനായിട്ട് പോകുന്നത്. 2025 ഫെബ്രുവരിയിൽ അവിടെ കറന്റ് ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി റിസൈൻ ചെയ്തതിനോടനുബന്ധിച്ചിട്ട് അവിടെ ദ്രൗപദി മുർമു രാഷ്ട്രപതിയാണ് അവിടുത്തെ ഭരണമെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് പദവിയിലോട്ട് യുംനം കെംചന്ദിനെയാണ് നിയമിതനാക്കാനായിട്ട് പോകുന്നത്. പിന്നെ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററുടെ കാര്യമാണ് അടുത്തത് പറഞ്ഞിട്ടുള്ളത്. ക്യാംപോക്പിയിൽ നിന്നിട്ടുള്ള കുക്കീസോ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു MLA ആണ് നെംച കിംകൺ. അപ്പോൾ നെംച കിംകൺ ആണ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ട് അപ്പോയിന്റ് ആവാനായിട്ട് പോകുന്നത്. നെംച കിംകൺ തന്നെയാണ് ഫസ്റ്റ് വുമണും പിന്നെ ഈ ഒരു ഫസ്റ്റ് കുക്കീസോ കാറ്റഗറിയിൽ നിന്ന് ഈ ഒരു ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ എന്ന ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റഡ് ആവാനായിട്ട് പോകുന്നത്. പിന്നെ പറയുന്നത് അവിടുത്തെ സ്റ്റേറ്റ് അസംബ്ലി ഫെബ്രുവരിയിൽ അവസാനിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ലോകത്തിലെ ഫസ്റ്റ് പ്രൈവറ്റ് സ്പേസ് സ്റ്റേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ലോകത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്പേസ് സ്റ്റേഷൻ ഹെവൻ 1 ആണ് ലോകത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് സ്പേസ് സ്റ്റേഷൻ. 2027 തുടക്കത്തിൽ, ആ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റ് യൂസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്യാനാണ് ഇവര് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹെവൻ 1 പറ്റിയിട്ട് പറയാനാണെങ്കിൽ അവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോവർ ഓർബിറ്റിൽ ഇൻഡിപെൻഡന്റ്ലി ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫാൽക്കൺ 9 ബൂസ്റ്റർ റോക്കറ്റ് യൂസ് ചെയ്തിട്ട് ഇവരത് ലോഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു സാറ്റലൈറ്റ് ഓട്ടോണമസ് ആയിട്ടായിരിക്കും ഫങ്ഷൻ ചെയ്യുക. പിന്നെ ഈ ഒരു മിഷന്റെ ഫസ്റ്റ് ഫേസിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല, അൺക്രൂഡ് ആയിരിക്കും ഈ ഒരു മിഷൻ എന്ന് പറയുന്നത്. അടുത്തത് 30th ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് കഞ്ചർ 30th ഷെഡ്യൂൾഡ് ഇൻ അസം. കഞ്ചർ എന്ന് പറയുന്നത് ഒരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണ്. അത് ഇന്ത്യയുടെയും കിർഗിസ്ഥാന്റെയും മിലിറ്ററി ഓഫീസേഴ്സ് അല്ലെങ്കിൽ മിലിറ്ററിയിലുള്ളവര് തമ്മില് നടക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതിന്റെ 30th
എഡിഷനാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. ഫെബ്രുവരി 4th to 17th ആണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അസ്സാമിലെ സോണിത്പൂർ ഡിസ്ട്രിക്റ്റിലെ മിസാമാരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു പരിപാടി നടക്കുക. പിന്നെ ഈ ഒരു കഞ്ചർ എക്സസൈസ് ഫസ്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് 2011 ഡിസംബറിലാണ്. ഇന്ത്യയിലെ നഹാനിൽ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി ആദ്യമായിട്ട് നടന്നിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിലെ നഹാനിലാണ് ഈ ഒരു എക്സസൈസ് കഞ്ചർ ആദ്യമായിട്ട് നടന്നിരുന്നത്. പിന്നെ ഇതൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇവർ കണ്ടക്ട് ചെയ്യുക. ഈ വർഷം 2026 ഇന്ത്യയിലാണ് നടക്കുന്നത്. അടുത്തത് കിർഗിസ്ഥാനിലായിരിക്കും അടുത്ത വർഷത്തെ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് അവർ കണ്ടക്ട് ചെയ്യുക. പിന്നെ ഈ ഒരു 14 ദിവസത്തെ മിലിറ്ററി എക്സസൈസ് എയിം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഈ രണ്ട് രാജ്യത്തെ സ്പെഷ്യൽ ഫോഴ്സ് തമ്മിലുള്ള ഇന്റർ ഓപ്പറേറ്റബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ജോയിന്റ് മിലിറ്ററി എക്സസൈസ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് ടെക്നോളജീനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ളൊരു ടെക്നോളജിയാണ് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒഡീഷയിലെ ചാന്ദിപ്പൂർ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു പരീക്ഷണം അവർ നടത്തിയിട്ടുള്ളത്. SFDR അല്ലെങ്കിൽ സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസൈലുകൾക്ക് സൂപ്പർസോണിക് സ്പീഡിൽ അവരുടെ ആ ഒരു വേഗതയിൽ തുടർച്ചയായിട്ട് അവരുടെ ഒരു ത്രസ്റ്റ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന ഒരു എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് റാംജെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ കമ്പഷന് വേണ്ടിയിട്ട് ഇവർ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ആണ് യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഈ ഒരു റോക്കറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു റോക്കറ്റുകളെ അപേക്ഷിച്ച് ഇപ്പോൾ വിക്ഷേപണത്തിന് സമയത്തും അതിൻ്റെ ലോഞ്ചിങ് അല്ലെങ്കിൽ അത് ഫ്ലൈ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ടെർമിനൽ ഫേസിലും അതിന് ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹൈ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് 5th ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, അപ്പം നമുക്കിനിയും 6th ഫെബ്രുവരി അതായത് ഫ്രൈഡേയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ഈസ് അബൌട്ട് ഭാരത് ടാക്സി. ഭാരത് ടാക്സി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ പ്രൈവറ്റ് റൈഡ് ഹെയിലിംഗ് അഗ്രിഗേറ്റ്സ്, അതായത് കോപ്പറേറ്റീവ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റോട് കൂടി എന്ത് ചെയ്യാൻ പോകുന്നു, നമ്മുടെ ഇവിടെ നേഷനിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് റൈഡ് ഹെയിലിംഗ് സിസ്റ്റമാണ് എന്തെന്ന് പറയുന്നത് ഭാരത് ടാക്സി എന്ന് പറയുന്നത്. സോ അതിനകത്ത് കോപ്പറേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ കമ്പനീസിൻ്റെ എന്തും കൂടെ കാണും, കോപ്പറേഷൻ കൂടെ കാണും. സോ ആ ഒരു ഭാരത് ടാക്സി എന്നുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൈവറ്റ് കമ്പനീസിൻ്റെ കോപ്പറേഷൻ അല്ലെ ഇൻവോൾവ്മെന്റ് കൂടെ വരുന്നത് കൊണ്ട് തന്നെ ഡ്രൈവേഴ്സ് വിൽ ബിക്കം എന്താണ് കോപ്പറേറ്റീവ് മെമ്പേഴ്സ്, അതായത് ആ കമ്പനിയുടെ ഒരു ഭാഗം അല്ലെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ട് ആരും മാറുന്നുണ്ട്, ഡ്രൈവേഴ്സ്, ആൻഡ് ദേ വിൽ ഓൾസോ ബിക്കം ദ കോ ഓണേഴ്സ് ഓഫ് ദാറ്റ് കോപ്പറേറ്റീവ്സ്. ആ കോപ്പറേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു കോ ഓണേഴ്സ് ആയിട്ട് എന്ത് ചെയ്യും, ഡ്രൈവേഴ്സിന് മാറാനായിട്ട് പറ്റും. സോ ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രിക്സ് സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസീസ്. ഓക്കെ, അതായത് ബ്രിക്സിന്റെ ഭാഗമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസീസ് സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസീസ് എന്ത് ചെയ്യുന്നുണ്ട്, ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അത് ലോഞ്ച് ചെയ്യുന്നത് ഇന്ത്യ ആണ് ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ആ പാർട്ട്ണർ, അതായത് ഒരു ഓർഗനൈസേഷനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബ്രിക്സ് സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസീസ് ലോഞ്ച് ചെയ്യുന്നത്. സോ ആരുമായിട്ടാണ് പാർട്ട്ണർഷിപ്പ് എന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻസ്, UNIDO ആണ് എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. സോ യുണൈറ്റഡ് നേഷൻസിന്റെ തന്നെ UN-ന്റെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷനുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഈ ഒരു ബ്രിക്സ് സെന്റർ ഫോർ ഇൻഡസ്ട്രിയൽ കോമ്പീറ്റൻസീസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് പ്രൊജക്ട് വോൾട്ട് ആൻഡ് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ അമേരിക്കയാണ് എന്ത് ചെയ്തിരിക്കുന്നത് പ്രൊജക്ട് വോൾട്ട് എന്നുള്ളൊരു ഇത് എന്ത് ചെയ്തിരിക്കുന്നത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ എയിം എന്താണ് എന്ന് ചോദിച്ചാൽ ഫോർ സ്റ്റോക്ക് പൈലിംഗ് റെയർ എർത്ത് എലമെന്റ്സ് ആൻഡ് അതർ ക്രിട്ടിക്കൽ മിനറൽസ്, അതായത് അമേരിക്കൻ
ഓൺഡ് ആയിട്ടുള്ള കമ്പനീസിന് വേണ്ടിയിട്ട് റെയർ എർത്ത് എലമെന്റ്സിനെയും അതേപോലെ തന്നെ അതർ ക്രിട്ടിക്കൽ മിനറൽസിനെയും അവർ എന്ത് ചെയ്യുന്നു, സ്റ്റോക്ക് പൈൽ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് അവർ സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നു. എന്നിട്ട് ഇഫ് സപ്പോസ് എന്തെങ്കിലും ഒരു ഷോർട്ടേജോ അല്ലെങ്കിൽ ഇമ്പോർട്ടിന് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, പബ്ലിക്ലി അവർ അല്ലെങ്കിൽ പബ്ലിക്കായിട്ട് നിന്നുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, കമ്പനീസിന് ഇത് സപ്ലൈ ചെയ്യാനായിട്ടാണ് പ്രൊജക്ട് വോൾട്ട് എന്നുള്ളൊരു സ്കീം എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ അമേരിക്ക, US ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സസൈസ് വായു ശക്തിയാണ്. സോ എക്സസൈസ് വായു ശക്തി ഈസ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു എക്സസൈസ് ആണ് എന്താ, വായു ശക്തി എന്ന് പറയുന്നത്. സോ അത് കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ പൊക്രാൻ ഫയർ ഫീൽഡിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വായു ശക്തി എന്ന് പറയുന്ന ഈ ഒരു എക്സസൈസ് എന്ത് ചെയ്യുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ്. സോ ഇന്ത്യൻ എയർഫോഴ്സിന് തന്നെ ഫസ്റ്റ് AI ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു എക്സസൈസും കൂടെ ആയിരിക്കും എന്താ, ഈ പറയുന്ന എക്സസൈസ് വായു ശക്തി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ലോഞ്ച് ഈസ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ് ആൻഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാനിലെ തന്നെ പൊക്രാൻ ഫയർ ഫീൽഡിലായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു എക്സസൈസ് എന്ത് ചെയ്യാൻ പോകുന്നത്, കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സഭാസാർ ഇനിഷ്യേറ്റീവ്. സഭാസാർ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രാമസഭകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് ചെയ്യുന്നു, ഏറ്റവും ബേസ് ആയിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിന്റെ മീറ്റിംഗ്സ്, അതാ ഗ്രാമസഭ അല്ലെങ്കിൽ അങ്ങനെയുള്ള മീറ്റിംഗ്സ് ഒക്കെ ഇനി മുതൽ എന്താക്കാൻ പോകുന്നു, ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് പോകുന്നു. അതായത് AI-യുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിന്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ AI-യുടെ ഹെൽപ്പോട് കൂടി ഈ പറയുന്ന ഗ്രാമസഭ മീറ്റിംഗ്സ് എല്ലാം എന്ത് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഏറ്റവും ബേസ് ലെവലിലുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം ഇനി മുതൽ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ ഉള്ള എയിം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ മീറ്റിംഗ്സ് അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ആ മീറ്റിങ്ങിന്റെ മിനിറ്റ്സ് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. പക്ഷേ ഇനി അതിന്റെ ആവശ്യമില്ല. എന്താണ്, AI ജനറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ നമുക്കതെല്ലാം ഇനി എന്തായിട്ട് കിട്ടും, ഡോക്യുമെന്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് AI-യിൽ തന്നെ എന്ത് ചെയ്യും, കിട്ടുന്നത് കൊണ്ട് തന്നെ കിട്ടും. അപ്പം ഈ ഒരു ഇനിഷ്യേറ്റീവ്, ഈ സഭാസാർ, ആ ഒരു ഇനിഷ്യേറ്റീവിനെ പറയുന്ന പേരാണെന്ത്, സഭാസാർ എന്നുള്ളത്. സോ ഈ ഒരു സഭാസാർ ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിരിക്കുന്ന മിനിസ്ട്രി അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് നോഡൽ അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സ്കീം ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻ കിയ ആണ്. ഇറ്റ് ഈസ് ബീങ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമി കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ കിയ എന്ന് പറയുന്നത്. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. ഇതെന്താണ്, ആന്റി ടെററിസം അല്ലെങ്കിൽ എൻകൗണ്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് എന്താ, ഓപ്പറേഷൻ കിയ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ടെററിസ്റ്റിന്റെ സ്പ്രെഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിവിലിയൻസിന്റെ ഇടയിലേക്ക്, അതായത് ആളുകൾ താമസിക്കുന്ന ഏരിയയിലേക്ക് സ്പ്രെഡ് ആവാതെയും അല്ലെങ്കിൽ അവർ കൂടുതൽ ഏരിയയിലേക്ക് എന്ത് ചെയ്യാം, അവരുടെ ഒരു ഏരിയാസ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ കൂടുതൽ ഏരിയാസ് വരുന്നതിന് മുമ്പ് തന്നെ അവരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആന്റി ടെററിസം എൻകൗണ്ടർ പ്രോഗ്രാംസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മിലിറ്ററി എന്ത് ചെയ്തിരിക്കുന്നത്, ഓപ്പറേഷൻ കിയ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഏത് അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുന്നത് അത് ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻ ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീരിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മിലാനോ കോർട്ടിന 2026, അതായത് വിന്റർ ഒളിമ്പിക്സിനെ പറ്റിയാണ് പറയുന്നത്. സോ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ വിന്റർ ഒളിമ്പിക്സ് ഉണ്ട്, പാരാലിമ്പിക്സ് ഉണ്ട് 2026. അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഈ പ്രാവശ്യം ഇറ്റലിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റലി ഈസ് ഹോസ്റ്റിംഗ് ദിസ് വിന്റർ ഒളിമ്പിക്സ് ഫോർ ദ തേർഡ് ടൈം ആണ് എന്ത് ചെയ്യുന്നത്, ഇറ്റലി ഈ പറയുന്ന വിന്റർ ഒളിമ്പിക്സ് ഹോസ്റ്റ് ചെയ്യുന്നതും. ഓക്കെ, അത്രയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഫ്രൈഡേയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. ഹലോ, സോ സെവൻത് സാറ്റർഡേയിലെ ന്യൂസ് നോക്കാം. ഇന്ത്യയും അതേപോലെ തന്നെ ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ അതായത് GCC എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രീ ട്രേഡ് അഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു അഗ്രിമെന്റ് നടന്നിട്ടുണ്ടായിരുന്നത്. ദെൻ GCC അതായത് ഗൾഫ് കോപ്പറേഷൻ കൗൺസിൽ ഇതൊരു 6 നേഷൻ ബ്ലോക്കാണ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1981 25 മെയ്യിലായിരുന്നു.
അപ്പോൾ ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതായത് UAE, ദെൻ കിങ്ഡം ഓഫ് ബഹ്റൈൻ, കിങ്ഡം ഓഫ് സൗദി അറേബ്യ, ഒമാൻ, ഖത്തർ ആൻഡ് കുവൈറ്റ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് റിയാദിലും അതേപോലെ തന്നെ കിങ്ഡം ഓഫ് സൗദി അറേബ്യയിലാണ്. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ മോണിറ്ററി പോളിസിയിൽ റെപ്പോ റേറ്റിൽ ഒരു മാറ്റം വരുത്തിയിട്ടില്ല. അപ്പം ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ സെയിം റെപ്പോ റേറ്റ് തന്നെയാണ് ഇത്തവണത്തെ ഫിനാൻഷ്യൽ ഇയറിലും ഉള്ളത്. അതായത് 5.25% റെപ്പോ റേറ്റ് തന്നെയാണ് ഇത്തവണത്തെ ഫിനാൻഷ്യൽ ഇയറിലും ഉള്ളത്. ദെൻ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ 25-26 അത് 2.1% ആയിരുന്നു. ദെൻ CPI ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 2.1% ആണ്. ദെൻ ഫിനാൻഷ്യൽ ഇയർ 26 GDPയും അതേപോലെ തന്നെ റിയൽ GDP ഗ്രോത്ത് നോക്കുമ്പം 7.3% എന്നത് 7.4% ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ മോണിറ്ററി പോളിസി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് അതേപോലെ തന്നെ മണി സപ്ലൈ പിന്നെ അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഇതിനൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുക അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് പറയാം. then എന്താണ് റെപ്പോ റേറ്റ് എന്ന് ചോദിച്ചാൽ റെപ്പോ റേറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് റേറ്റ് അറ്റ് വിച്ച് ദി RBI lends ഷോർട്ട് ടേം ഫണ്ട് ടു കൊമേഴ്ഷ്യൽ ബാങ്ക് അഗെയിൻസ്റ്റ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അപ്പം കൊമേഴ്ഷ്യൽ ബാങ്കിന് RBI കൊടുക്കുന്ന ഷോർട്ട് ടേം ഫണ്ടിനെയാണ് നമ്മൾ റെപ്പോ റേറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ RBIയുടെ ഒരു പ്രൈമറി ടൂളായിട്ടാണ് ഈ ഒരു റെപ്പോ റേറ്റിനെ കാണുന്നത്. ബിക്കോസ് ഇതിലൂടെ നമുക്ക് ലിക്വിഡിറ്റിനെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻഫ്ലേഷനെ ഓവറോൾ എക്കണോമിക് ആക്ടിവിറ്റീനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് തന്നെ RBI ഇതിനൊരു പ്രൈമറി ടൂളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് നമുക്കിങ്ങനെ റെപ്പോ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒന്നെങ്കിൽ എന്തിനെ എൻകറേജ് ചെയ്യാൻ പറ്റും, ബാങ്ക്സിന് മാക്സിമം ബോറോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കാൻ പറ്റും. അതായത് നമ്മൾ റേറ്റ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും, ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഒക്കെ കൂടുതൽ ബോറോ ചെയ്യാൻ തുടങ്ങും. ദെൻ ഇത് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോറോയിങ്ങിനെ കുറയ്ക്കാനും പറ്റും. അങ്ങനെയാണ് ഇതൊരു പ്രൈമറി ടൂളായിട്ട് ആക്ട് ചെയ്യുന്നത്. ദെൻ റെപ്പോ റേറ്റിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയാം. അപ്പോൾ റെപ്പോ റേറ്റിൽ RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുകയായിരുന്നു, എന്നാൽ റിവേഴ്സ് റെപ്പോ റേറ്റ് വരുന്ന സമയത്ത് നേരെ തിരിച്ചായിരിക്കും. അതായത് RBI കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യാം. ദെൻ റീസെൻ്റ് ആയിട്ട് പ്രസിഡന്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ശ്രീ ജഗന്നാഥ് ടെമ്പിളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അവിടുന്ന് പ്രേയേഴ്സും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഡീഷയിലാണ് ഈ ഒരു ജഗന്നാഥ് ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്യുന്നത്, പുരിയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ദെൻ ജഗന്നാഥ് ടെമ്പിളിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ലോർഡ് ജഗന്നാഥിനാണ്. ഹിന്ദു ഡെറ്റി ആയിട്ടുള്ള വിഷ്ണുവിൻ്റെ വേറൊരു ഫോമാണ് ലോർഡ് ജഗന്നാഥ് എന്ന് പറയുന്നത്. ദെൻ ഇത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കിങ് അനന്തവർമ്മൻ ചോദഗംഗാദേവയുടെ സമയത്താണ്. അതായത് ഈസ്റ്റേൺ ഗംഗ ഡൈനാസ്റ്റിയിലെ കിങ് അനന്തവർമ്മൻ ചോദഗംഗാദേവയുടെ ടൈമിലായിരുന്നു. അത് വരുന്നത് 12th centuryയിലാണ്. ദെൻ ഒരു ഹിന്ദു ഫെസ്റ്റിവൽ ആയിട്ടുള്ള രഥയാത്ര ഈ ഒരു ലോർഡ് ജഗന്നാഥ് ടെമ്പിളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഫെസ്റ്റിവലാണ് രഥയാത്ര. ദെൻ ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഒരു പിൽഗ്രിം സൈറ്റും കൂടെയാണ്. ചാർ ധാംസ് എന്നറിയപ്പെടുന്ന ഒരു ഏരിയ കൂടെയാണ് ഈ ഒരു പിൽഗ്രിം സൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇത് ഈ ഒരു ടെമ്പിൾ കലിംഗ ആർക്കിടെക്ചറിന് ഒരു എക്സാമ്പിൾ കൂടെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ദെൻ സെറങ്സിയ ബാറ്റിൽ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ജാർഖണ്ഡ് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സെറങ്സിയ ബാറ്റിലിനെ കമമറേറ്റ് ചെയ്തുകൊണ്ട് ചെറിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെറങ്സിയ ബാറ്റിൽ നടന്നിട്ടുള്ളത് 1837 ആ ഒരു പീരിയഡിലാണ്. അപ്പോൾ ബ്രിട്ടീഷ് റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഒരു ഏരിയയിൽ ജാർഖണ്ഡിലെ കൽഹാൻ റീജിയനിൽ ഉണ്ടായിരുന്ന ഹോ കമ്മ്യൂണിറ്റി, ഒരു ആദിവാസി കമ്മ്യൂണിറ്റിയാണ്. അവർ ബ്രിട്ടീഷ് റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള ബാറ്റിലാണ് സെറങ്സിയ ബാറ്റിൽ. അപ്പോൾ ഹോ കമ്മ്യൂണിറ്റി, അതായത് ഹോ കമ്മ്യൂണിറ്റിയാണ് ആദിവാസി കമ്മ്യൂണിറ്റി, അവരാണ് ബ്രിട്ടീഷ് റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ളത്. 1837 ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിലവിൽ സെറങ്സിയ ബാറ്റിൽ നടന്നിട്ടുണ്ടായിരുന്ന സെറങ്സിയ വാലിയിലായിരുന്നു. അതിപ്പോൾ നിലവിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത് ജാർഖണ്ഡിലെ വേസിംഘം. ദെൻ നമുക്ക് നമ്മൾ ഏർലി ഫ്രീഡം ഫൈറ്റ്സ് ഒക്കെ ആയിട്ട് ഈ ഒരു സെറങ്സിയ ബാറ്റിലിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് 1831 ആ ഒരു പീരിയഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏർലി ഫോം ഓഫ് ഫൈറ്റിംഗ് ആയിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും.
ദെൻ കൊൽഹാൻ റീജിയൻ, അതായത് ഇപ്പോൾ ഉള്ള ഈസ്റ്റേൺ വെസ്റ്റ് സിംഗ്ഭം അതേപോലെ തന്നെ സറൈക്കല, കർസ്വാൻ, ഈ ഒരു റീജിയനെയാണ് നമ്മൾ കൊൽഹാൻ റീജിയൻ എന്ന് പറയാം. അപ്പോൾ ഇത് ഗവേൺ ചെയ്തിട്ടുണ്ടാകുന്നത് ഹോ കമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ പിന്നീട് ഈ ഒരു കൊൽഹാൻ റീജിയനെ ബംഗാൾ പ്രസിഡൻസിയുടെ അണ്ടറിലോട്ട് 1820-21 ആ ഒരു പീരിയഡിൽ കൊണ്ടുവന്നു. അതെന്തിനു വേണ്ടാന്ന് വെച്ചാൽ ബംഗാൾ ആൻഡ് മദ്രാസിന് ഇടയിൽ ഒരു ട്രേഡ് റൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഒരു ഹോ കമ്മ്യൂണിറ്റിന് ഇഷ്ടമായില്ല, കാരണം അവരുടെ ഏരിയ കൺട്രോൾ ചെയ്തിട്ട് എക്സ്പാൻഷൻ ചെയ്യുകയാണ് ബ്രിട്ടീഷ് റൂൾസ്. അപ്പം അതിനെതിരെയാണ് ഇവർ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1831 തന്നെ ഒരു കോൾ അപ്രൈസിങ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈഡ് ആയത് 1836 പീരിയഡിലാണ്. ബിക്കോസ് ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് എന്ത് ചെയ്തു, ഈ ഒരു ഹോ കമ്മ്യൂണിറ്റിയിലെ ആളുകളെയും അതേപോലെ തന്നെ പിർ കമ്മ്യൂണിറ്റിയിലെ ആളുകളെയും പിടിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇത് റെസിസ്റ്റൻസിനെ കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈ ചെയ്തു. അങ്ങനെ ഫൈനലി സെറങ്സിയ ബാറ്റിൽ നടന്നിട്ടുള്ളത് 1837 ദെൻ ഇത്തവണത്തെ ഗ്ലോബൽ ടീച്ചർ പ്രൈസ് 2026 കിട്ടിയിട്ടുണ്ടാകുന്നത് റുബൽ നാഗിക്കായിരുന്നു. അപ്പോൾ ഈ ഒരു അവാർഡ് പ്രസിഡന്റ് ഇൻ ദി ജെംസ് എഡ്യൂക്കേഷൻ ആണ്. അവരുടെ 10th എഡിഷൻ ആണ് ഇത്തവണ നടന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ചിച്ചോൺ വാലിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈഡ്രോ തെർമൽ ആക്ടിവിറ്റീൻ്റെ ഫ്രഷ് സയൻസ് കാണാൻ പറ്റും. അപ്പോൾ എൽ ചിച്ചോൺ അല്ലെങ്കിൽ ചിച്ചോണാൾ എന്ന് പറയുന്നത് ഒരു സ്ട്രേറ്റോ വോൾക്കാനോ ആണ്. അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഫോറസ്റ്റഡ് ടെറൈൻ ആയിട്ടുള്ള ചിയാപ്പാസ്, മെക്സിക്കോയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വോൾക്കാനോയുടെ പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ ആണ്. മെക്സിക്കോയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള വോൾക്കാനോ ആണ് ഈ ഒരു ചിച്ചോൺ വോൾക്കാനോ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്കൊരു ടഫ് റിംഗ് കാണാൻ പറ്റും. അപ്പോൾ എന്താണ് ടഫ് റിംഗ് എന്ന് വെച്ചാൽ ഒരു ലോ വൈഡ് റിംഗ് ഓഫ് വോൾക്കാനിക് ആഷ് ആൻഡ് റോക്കിനെ, ആഷിൻ്റെ അതേപോലെ തന്നെ റോക്കിൻ്റെ ഒരു വൈഡ് റിംഗ്, അതേപോലെ തന്നെ ലോ ആൻഡ് വൈഡ് റിംഗ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ടഫ് റിംഗ് എന്ന് പറയാം. അപ്പോൾ ഇത് മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ളൊരു വോൾക്കാനോ ആണ്. ചിച്ചോണാൾ അല്ലെങ്കിൽ എൽ ചിച്ചോൺ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ദെൻ റീസെൻ്റ് ആയിട്ട് സോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂ സ്പീഷീസിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ബയോ വാരിയേഴ്സ് എന്നാണ് ഈ ഒരു സ്പീഷീസ് അറിയപ്പെടുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പൊതുവെ ബാക്കിയുള്ള ഓർഗാനിസം അല്ലെങ്കിൽ സ്പീഷീസ് ഒന്നും വളരാൻ അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ ചാൻസ് ഇല്ലാത്ത അത്രയും എക്സ്ട്രീം കണ്ടീഷനിൽ കാണപ്പെടുന്ന സ്പീഷീസ് ആണ് ഈ ഒരു ബയോ വാരിയേഴ്സ്. അതുകൊണ്ടാണ് ആ ഒരു നെയിം വരെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്പീഷീസിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ നാമലി കാസ്റ്റിസ് സൊളനോ ഗാത്ത എന്നാണ്. അപ്പോൾ അതൊരു ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള സൊളനോട്ടസ് അതേപോലെ തന്നെ ഗ്നാത്ത എന്ന് പറയുന്ന 2 വേർഡിൽ നിന്നാണ് ഈ ഒരു ടേം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവയുടെ ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് അത്രയും എക്സ്ട്രീം എൻവയോൺമെൻ്റ് ആണ്. സൾഫൈഡ് റിച്ച് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഫൗൾ സ്മെല്ലിംഗ് ഉള്ള, അത്രയും ഡികമ്പോസിങ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒക്കെ അത്രയും വേഴ്സ് ആയിട്ടുള്ളൊരു എക്സ്ട്രീം കണ്ടീഷനിൽ കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ്, സ്പീഷീസ് ആണ് ഈ ഒരു ബയോ വാരിയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിലെ സെക്കൻഡ് സ്പീഷീസിൻ്റെ നെയിം എന്ന് പറയുന്നത് നെറിസ് ബ്രിട്ടേ എന്നാണ്. അപ്പോൾ ഇത് ZSIയുടെ അതായത് സോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഫസ്റ്റ് വുമൻ ഡയറക്ടർ ആയിട്ടുള്ള ധൃതി ബാനർജിയുടെ നെയിമിൽ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പീഷീസും ഇതേപോലെ തന്നെ വേഴ്സ്ഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്. ദെൻ ബയോ വാരിയേഴ്സ് എന്നുള്ള ടേം കിട്ടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ദേ ത്രൈവ് ഓവർ ദി അതർ ലൈഫ് വിതേഴ്സ്, ബാക്കിയുള്ള ലൈഫിനൊട്ടും അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് ഇവർ സർവൈവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബയോ വാരിയേഴ്സ് എന്നുള്ള ടേം ഇവർക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഫാൽക്കു റിവർ. ഫാൽക്കു റിവർ ബീഹാറിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവറാണ്. ഇതൊരു സേക്രഡ് റിവർ കൂടിയാണ്. ഇപ്പോൾ ഹിന്ദു റിലീജിയൻ ആയിക്കോട്ടെ, ബുദ്ധിസ്റ്റ് ജെയിൻ റിലീജിയനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു സേക്രഡ് പൊസിഷൻ ആയിട്ട് അല്ലെങ്കിൽ സേക്രഡ് ആയിട്ട് കാണുന്ന ഒരു റിവറാണ് ഈ ഒരു ഫാൽക്കു റിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫാൽക്കു റിവർ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ ലീലാചാൻ അതേപോലെ തന്നെ മോഹന റിവേഴ്സ്, ഗയയിലെ പിന്നെ പുൻപുൻ റിവർ, ഇവരെല്ലാം കൂടെ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള പുൻപുൻ റിവർ, ഇവരെല്ലാവരും കൺഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ ഒരു റിവർ ഫാൽക്കു റിവർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫാൽക്കു റിവറിനെ ഹിഡൻ ഗംഗ അല്ലെങ്കിൽ ഗുപ്ത ഗംഗ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഇറ്റ് ഫ്ലോസ് ബിലോ വൈഡ് സാൻഡി ബെഡ് അപ്പിയറിംഗ് ഡ്രൈങ് ഓൺ ദി സർഫേസ് ഫോർ ദി മോസ്റ്റ് ഓഫ് ദി ഇയർ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഗുപ്ത ഗംഗ അല്ലെങ്കിൽ ഹിഡൻ ഗംഗ എന്ന്
അറിയപ്പെടുന്നത്. ദെൻ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നിരഞ്ജന റിവർ എന്നും കൂടെ അറിയപ്പെടാറുണ്ട്. കാരണം ഇവിടെ വെച്ചിട്ടാണ് ബുദ്ധ എൻലൈറ്റ്മെൻറ്റ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നിരഞ്ജന റിവർ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഫാൽഗു റിവറിൻ്റെ മറ്റ് നെയിംസ് ആണ് ഒന്ന് ഹിഡൻ ഗംഗ അല്ലെങ്കിൽ ഗുപ്തഗംഗ. ദെൻ ഹിസ്റ്റോറിക്കലി നോക്കുമ്പം നിരഞ്ജന റിവർ എന്ന നെയിമും കൂടെ ഫാൽഗു റിവറിനുണ്ട്. ദെൻ ഫാൽഗു റിവറിന് അക്രോസ് ആയിട്ട് ഒരു സുജാത സ്തൂപയുണ്ട്. അപ്പം ഈ ഒരു സ്തൂപ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് സുജാത എന്ന് പറയുന്ന ഒരു മിൽക്ക് മെയ്ഡിനാണ്. അപ്പോൾ ആളുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ആളായിരുന്നു മിൽക്കും റൈസും ഗൗതമ ബുദ്ധയ്ക്ക് ഈ ഒരു എൻലൈറ്റ്മെൻറ്റ് പീരീഡ് ആ ഒരു സമയത്ത് ഈ ഫുഡ് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സുജാതയായിരുന്നു. അപ്പോൾ ആളുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സുജാത സ്തൂപ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ഫാൽഗു റിവർ ഹിന്ദു പിൽഗ്രിമേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജർ സൈറ്റാണ്. കാരണം പിണ്ടദാൻ, അതായത് ആൻസെസ്ട്രൽ റിച്വൽസ് ഒക്കെ ഇവിടെ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു ഫാൽഗു റിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.